പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും എയർ പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പറയാറുണ്ട്, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഭാഗ്യം വേണമെന്നൊക്കെ. ഭാഗ്യമുള്ളവരാണ് ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. എന്നാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഭാഗ്യമല്ല, കഠിന പ്രയത്നവും ആത്മവിശ്വാസവുമാണ് വേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത്, ഒരിക്കൽ ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ ഒരു ചെറിയൊരു ഓഫീസിൽ ജോലി ചെയ്തു വരികയാണ്. അപ്പോൾ അവിടെ നിന്നും കിട്ടുന്നത് വളരെ തുച്ഛമായ ഒരു വരുമാനമാണ്. അങ്ങനെ ആ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഓഫീസിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ പോകുന്ന വഴിയിൽ ഒരു നാണയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ആ നാണയം കയ്യിലെടുത്ത് നോക്കുമ്പോൾ അതൊരു പഴയ കാലത്തൊരു നാണയമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പഴയ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഓട്ടക്കാശ് എന്ന് പറയുന്നത്. നടുവിൽ ഒരു ഓട്ടയുണ്ടാവും, ഒരു ദ്വാരം. അതുപോലെ തന്നെ ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു നാണയമായിരിക്കും അത് അന്ന് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ നാണയം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ഉടനെ അദ്ദേഹത്തിന് പണ്ടത്തെ ആളുകൾ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരികയാണ്. അതായത്, ഇങ്ങനെയുള്ള നാണയമൊക്കെ നമുക്ക് കിട്ടുന്നത് ഭാഗ്യം കടാക്ഷിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഈ നാണയം കയ്യിൽ വെച്ചിരുന്നാൽ നമുക്ക് ഭാഗ്യമുണ്ടാവുമെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന് ഇത് ഓർമ്മ വരികയാണ്. ഉടനെ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ആ നാണയം അങ്ങനെ തുടച്ച് വൃത്തിയാക്കി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വെക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ നാണയം കിട്ടിയ ഉടനെ അദ്ദേഹത്തിന് മാനസികമായിട്ടൊരു ഉന്മേഷം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അങ്ങനെ സാധാരണയായിട്ട് അദ്ദേഹം സഹപ്രവർത്തകരോടൊന്നും സംസാരിക്കാറൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ട് തളർന്നിരിക്കുകയാണ്. തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം ഓരോ ദിവസവും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനസികമായിട്ടൊരു വിഷമത്തിലായിരുന്നു അദ്ദേഹം. ഈ നാണയം കിട്ടിയ അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വരികയാണ്. എന്തോ ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് വരികയാണ്. തൻ്റെ സമയം മാറുകയാണ്. ഇനി മുതൽ തൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വരികയും അന്നു മുതൽ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരോടെല്ലാം വളരെ നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോസിനോടും ഒക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറുകയും അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹം വളരെ കൃത്യമായിട്ടും മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് കണ്ട ഉടനെ ബോസ് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ കയറ്റം കൊടുക്കുകയാണ്, അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുകയാണ്. അങ്ങനെ അന്നു മുതൽ അദ്ദേഹത്തിന് ജോലി പ്രൊമോഷൻ കിട്ടി, വരുമാനം കൂടുതൽ വന്നു തുടങ്ങി. അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും അദ്ദേഹത്തിന് അതായത് തൊട്ടതെല്ലാം പൊന്നാവുമെന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ അദ്ദേഹം തൊടുന്നതൊക്കെ പൊന്നാവുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അങ്ങനെ കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ ബോസ് കൂടുതൽ തൊഴിൽ സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യുകയും അതിൻ്റെയൊക്കെ മേൽനോട്ടം ഇദ്ദേഹം വഹിക്കുകയും ഒക്കെ ചെയ്തോടനെ ഇദ്ദേഹത്തിന് വരുമാനം കൂടി വരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം കാറ് വാങ്ങി, ബംഗ്ലാവ് വാങ്ങി. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു പേരും പുകഴൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൊണ്ട് അദ്ദേഹം സെറ്റിലായി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ദിവസം സാധാരണ ഇദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പോക്കറ്റിലിട്ടിരിക്കുന്ന ആ നാണയം കൈകൊണ്ടെന്ന് വെറുതെ തൊട്ടു നോക്കും. നാണയം പോക്കറ്റിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെടുക. എന്നാൽ അദ്ദേഹം പുറത്തെടുത്തൊരിക്കലും അത് നോക്കിയിട്ടില്ല. അന്ന് അദ്ദേഹം കണ്ട് എന്ന് മാത്രമല്ലാതെ അതിനുശേഷം അദ്ദേഹം കയ്യിലെടുത്ത് നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇന്ന് ആ നാണയം എന്നെടുത്തൊന്ന് നോക്കിയാലോ എന്ന്. ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഞാൻ ഇന്ന് ആ നാണയം എടുത്തൊന്ന് കാണാൻ പോവുകയാണ്. ഉടനെ ഭാര്യ പറഞ്ഞു, അത് വേണ്ട, അത് കാണണ്ട, അത് കാണാതിരിക്കുന്നതാണ് നല്ലത്, അതില്ല, നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞു. ഉടനെ പോക്കറ്റിൽ നിന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം സമ്മതിക്കാതെ ആ നാണയം പോക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കുകയാണ്. നാണയം പോക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ആശ്ചര്യമാണ് തോന്നിയത്. കാരണം അദ്ദേഹം അന്ന് പോക്കറ്റിൽ ഇടുമ്പോൾ ആ നാണയത്തിൻ്റെ നടുവിലൊരു ദ്വാരമുണ്ടായിരുന്നു. ഒട്ടക്കാശായിരുന്നു അത്, പണ്ടത്തെ ഒട്ടക്കാശ്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ അതിൽ ആ ഓട്ട കാണുന്നില്ല. ആശ്ചര്യത്തോടുകൂടി അദ്ദേഹം ഭാര്യയോട് ചോദിക്കുകയാണ്, ഈ ഓട്ട എങ്ങനെ മറഞ്ഞു? നാണയത്തിന് ഇങ്ങനൊരു മാറ്റം വന്നിരിക്കുന്നത് അതെങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാര്യ അങ്ങനെ വിഷമിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ക്ഷമിക്കണം, അത് ഒരു ദിവസം ഞാൻ നിങ്ങളുടെ ഈ കോട്ട് അലക്കുന്നതിനിടയിൽ അലക്കി അങ്ങനെ കുടയുമ്പോൾ
അത് പോക്കറ്റിലുണ്ടായിരുന്ന ആ നാണയം ദൂരെയെങ്ങോ തെറിച്ചു പോയി. എനിക്കത് ആ നാണയം പോക്കറ്റിലുണ്ടായിരുന്നു ഓർമ്മയുണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കാതെ ഞാനത് കുടഞ്ഞപ്പോൾ നാണയം തെറിച്ച് ദൂരേക്ക് പോയി. ഞാൻ ഒരുപാട് അന്വേഷിച്ചു, കിട്ടിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളത് നാണയം നിങ്ങളുടെ കൈ ആ പോക്കറ്റിൽ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിഷമിക്കും എന്ന് കരുതി ഞാനൊരു സാധാരണ ഒരു നാണയം എടുത്ത് നിങ്ങളുടെ പോക്കറ്റിൽ ഇടുകയാണ് ചെയ്തതെന്ന് പറയുകയാണ്. പിന്നെ അദ്ദേഹം ആശ്ചര്യത്തോടുകൂടി ചോദിക്കുകയാണ്, ഇത് എന്നാണ് സംഭവിച്ചത്? അപ്പോൾ ഭാര്യ പറയാണ്, അത് നിങ്ങൾക്ക് ആ നാണയം കിട്ടി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ നാണയം അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടല്ല അദ്ദേഹത്തിന് ജീവിതത്തിൽ മാറ്റമുണ്ടായത്. ആ നാണയം ഒരു കാരണം, അതായത് ആ നാണയം കിട്ടിയ ഉടനെ തന്നെ ഇങ്ങനെയുള്ള നാണയം കിട്ടുന്നത് ഭാഗ്യദേവത കടാക്ഷിക്കുന്നത് കൊണ്ടാണ് എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടാവും, ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിൽ ഉണ്ടാവുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തി കൂടുതൽ കൂടുതൽ കഠിനമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ആ കഠിന പ്രയത്നവും ആത്മവിശ്വാസവുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഥയാണെങ്കിലും നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് ജീവിത വിജയത്തിന് വേണ്ടത് ഭാഗ്യമല്ല, കഠിന പ്രയത്നവും ആത്മവിശ്വാസവുമാണ് നമുക്ക് വേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.